കുഞ്ഞു കുട്ടികളെ നമ്മൾ പൗഡറും അതുപോലെ മഷിയൊക്കെ ഇട്ട് കണ്ണെഴുതി പൊട്ടും തൊട്ടൊക്കെയാണ് അവരെ വെക്കുന്നത്. കാരണം അങ്ങനെ കാണാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലെ. പക്ഷെ പല പ്രശ്നങ്ങളും കൊച്ചു കുട്ടികൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതായത് നമ്മൾ ഈ പൗഡർ എന്ന് പറയുന്നത് കൊച്ചു കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്തൊരു സാധനമാണ്. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും, നല്ലവണ്ണം പൗഡർ ഇട്ട് കൊടുക്കും. ഈ പൗഡർ നമ്മുടെ കുഞ്ഞു കുട്ടികളുടെ ശ്വാസകോശത്തിലോട്ട് കയറിക്കഴിഞ്ഞാൽ അത് ന്യൂമോണൈറ്റിസ് എന്നുള്ള അസുഖം ഉണ്ടാക്കാം. ഭാവിയിൽ അലർജി ഉണ്ടാവാനും വിട്ടുമാറാത്ത ചുമ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഒരു കാരണവശാലും കുട്ടികളിൽ പൗഡർ അമിതമായി ഉപയോഗിക്കുക. അത് മാത്രമല്ല, ഡ്രൈ സ്കിൻ ഉള്ള കുട്ടികൾക്ക് പൗഡർ ഉപയോഗിച്ചാൽ കൂടുതൽ ഡ്രൈ സ്കിൻ ആവും. അപ്പൊ അത് മാറാനായിട്ട് സാധാരണ നമ്മൾ പറയുന്നത് പൗഡർ ഇടരുത്. അതുപോലെ തന്നെ തൊലി നനവുള്ളപ്പോൾ തന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാനായിട്ട് പറയും, അല്ലെങ്കിൽ വെളിച്ചെണ്ണ തരട്ടാനായിട്ട് പറയും ഡ്രൈ സ്കിൻ മാറാനായിട്ട്. അതുപോലെ തന്നെ ഈ കണ്ണെഴുതുന്നതും കൊച്ചു കുട്ടികൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ ഇവിടെ ഒരു ഗ്ലാൻഡ് ഉണ്ട്. ഈ ഗ്ലാൻഡാണ് നമ്മൾ കണ്ണിനീരൊക്കെ വരുന്നത് നമ്മൾ കരയുന്ന സമയത്ത്. അത് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്യാൻ വളരെ പ്രയാസമാണ്. അങ്ങനെ കൊച്ചു കുട്ടികൾക്ക് അങ്ങനെ വരാറുണ്ട്. അപ്പം കണ്ണെഴുതാതിരിക്കുന്നതാണ് നല്ല. അല്ലെങ്കിൽ എഴുതുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ച് ആ ഗ്ലാൻഡിലോട്ട് തട്ടാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഇത് ധാരാളം അമ്മമാർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. കോമൺ ആയിട്ട് കാണുന്ന 2 മിസ്റ്റേക്കുകളാണ്. പൗഡർ സ്ഥിരമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പല ക്യാൻസർ, ഓവേറിയൻ ക്യാൻസർ ഒക്കെ ഉണ്ടാക്കാന്നുള്ള കണ്ടെത്തലുകൾ വരെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അമിതമായി ഉപയോഗിക്കാതിരിക്കുന്നതിനാണ് ഏറ്റവും നല്ലത്. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.